നമസ്കാരം, ന്യൂസ് 4ലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SFIU അന്വേഷണം തടയണമെന്ന ഹർജിയിൽ KSIDCക്ക് തിരിച്ചടി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. അന്വേഷണത്തെ ഭയക്കുന്നത് എന്തിനെന്ന് കോടതി. KSIDCയിൽ SFIO പരിശോധന തുടരുന്നു. ഇടുക്കി പൂപ്പാറ പന്നിയാർപ്പുഴയിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ. ഏറ്റെടുക്കുന്നത് 56 അനധികൃത നിർമ്മാണങ്ങൾ. ധൃതി പിടിച്ചുള്ള നടപടിയെന്ന് നാട്ടുകാർ. വീടുകൾ ഒഴിപ്പിക്കില്ലെന്നും കടകൾ സീൽ ചെയ്യുമെന്നും സബ് കളക്ടർ. പൂപ്പാറ ടൗണിൽ നിരോധനാജ്ഞ. കൊച്ചി PF ഓഫീസിൽ വിഷം കഴിച്ചയാൾ മരിച്ചു. ജീവനൊടുക്കിയത് പേരാമ്പ്ര സ്വദേശി ശിവരാമൻ. മരണം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. മരണത്തിന് കാരണക്കാർ PF ഉദ്യോഗസ്ഥരെന്ന് കുടുംബം. അധ്യാപികയുടെ ഗോഡ്സെ അനുകൂല പരാമർശത്തിൽ പ്രതിഷേധം ശക്തം. കോഴിക്കോട് NITയിലേക്ക് DYFI യൂത്ത് കോൺഗ്രസ് മാർച്ച്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ തള്ളി കർണാടക ഉപമുഖ്യമന്ത്രി. കേരളത്തിന്റെ കേന്ദ്രവിരുദ്ധ സമരത്തിന് പിന്തുണയെന്ന് DK ശിവകുമാർ. ಅಲ್ಲಿಂದ ಈ ಸರ್ಕಾರಕ್ಕೆ ಕಣ್ಣು ಇಲ್ಲ, ಹೃದಯನೂ ಇಲ್ಲ, ಕಿವಿನೂ ಇಲ್ಲ. They are our neighbors. They are our neighbors. We respect them. ജന്തർ മന്ദിറിൽ കർണാടകയുടെ പ്രതിഷേധം. നാളെ മോദി സർക്കാരിനെതിരെ കേരളം അണിനിരക്കും. വാഹന പരിശോധനയ്ക്ക് സ്മാർട്ട് ഫോൺ വാങ്ങാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഗതാഗത വകുപ്പ്. 284 സ്മാർട്ട് ഫോണുകൾ വാങ്ങാൻ അനുവദിച്ചത് 71 ലക്ഷം രൂപ. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ POS മെഷീനുകൾ ഇന്നും ഉപയോഗശൂന്യം. യാത്രക്കാരെ പിഴിയാനുള്ള പുതിയ വഴി തേടി ലക്ഷങ്ങൾ പൊടിക്കുന്നുവെന്ന ആക്ഷേപം.